നമ്മൾ ഇതിൻ്റെ ഹൈറ്റ്, അതായത് ഫ്ലോർ ടു സ്ലാബ് ഹൈറ്റ്, ക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയും, അത് 3 മീറ്റേഴ്സാണ് നോർമൽ എല്ലാ വീടുകളിലും കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ 11 ഫീറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ വില്ലാസ് കണ്ടിട്ടുണ്ട്. പക്ഷേ നേമത്തിൻ്റെ ഈ വില്ലയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഫീല് കിട്ടുന്നത്, അതായത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട്. ഡയമെൻഷൻസ് ഒക്കെ സെയിം ആണെങ്കിൽ പോലും ഭയങ്കര വിസ്താരം തോന്നിക്കുന്നുണ്ട്. നമുക്ക് എന്താ അതിൻ്റെ ബാക്ക് റീസൺ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, അങ്ങനെ ഒരു റീസൺ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഡയമെൻഷൻസ് ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഒരു നോർമൽ വീടിന് കൊടുക്കുന്ന സ്ക്വയർ ഫീറ്റും ഡയമെൻഷൻസും തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഹൈറ്റ്, അതായത് ഫ്ലോർ ടു സ്ലാബ് ഹൈറ്റ്, ക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയും, അത് 3 മീറ്റേഴ്സാണ് നോർമൽ എല്ലാ വീടുകളിലും കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ 11 ഫീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഹൈറ്റ് കൂടുമ്പോൾ ഇവിടെ കൂടുതൽ വെന്റിലേഷനും ആ ഒരു എയർ സർക്കുലേഷനും ഉള്ളതുകൊണ്ട് ഫസ്റ്റ് കയറി വരുമ്പോൾ ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ആദ്യം അതൊന്ന് തോന്നുന്നത് അതുകൊണ്ട് ഒരു എനർജി ഫീൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഹൈറ്റ് നമുക്ക് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ കൂടുന്നില്ല, അതിൽ ആഡ് ആവുന്നില്ല. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനും കൂടുതലാണ്. പക്ഷെ നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് ക്ലയൻസിന് നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോൾ ആ സ്പേസും എല്ലാം അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതും ആ വെന്റിലേഷൻസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒന്ന് അനുഭവിക്കാൻ പറ്റുന്നതും ഇതുകൊണ്ടാണ്. ഇതാണ് റീസൺ.